പത്തനംതിട്ട കോട്ടാങ്ങൽ പഞ്ചായത്തിൽ SDPI UDFിനെ പിന്തുണച്ചു. SDPI പിന്തുണയിൽ അധികാരം വേണ്ടെന്ന് UDF അറിയിച്ചു. കഴിഞ്ഞ തവണ SDPI പിന്തുണയിലാണ് LDF പഞ്ചായത്ത് ഭരിച്ചിരുന്നത്. UDFിനും BJPക്കും 5 വീതം അംഗങ്ങളുള്ള പഞ്ചായത്തിൽ SDPIക്ക് 3 പ്രതിനിധികളും LDFിന് ഒരാളുമാണ് ഉള്ളത്. നന്ദുഷയാണ് വിവരങ്ങൾ നൽകാനുള്ളത്. നന്ദുഷ, കോട്ടാങ്ങൽ പഞ്ചായത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? SDPI പിന്തുണയോടുകൂടി UDF പ്രസിഡന്റ് ആവുകയും പിന്നീട് അത് വേണ്ടെന്ന് വെക്കുകയുമാണോ ചെയ്തത്? കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ കോട്ടാങ്ങൽ പഞ്ചായത്തിൽ വലിയ ഭരണ പ്രതിസന്ധിയാണ് വീണ്ടും ഉടലെടുത്തിരിക്കുന്നത്. UDFിന് 5 സീറ്റും BJPക്ക് 5 സീറ്റും SDPIക്ക് 3 സീറ്റും LDFിന് 1 സീറ്റുമുള്ള പഞ്ചായത്തിൽ BJPക്ക് ഭരണം ലഭിക്കാതിരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് UDFിന് SDPI പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ SDPI പിന്തുണയിൽ പഞ്ചായത്തിന്റെ ഭരണം വേണ്ട എന്നാണ് UDF മുൻപ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ രാജി പ്രഖ്യാപിക്കുമെന്നാണ് UDF അംഗങ്ങൾ അറിയിച്ചിരിക്കുന്നത്. രാജി പ്രഖ്യാപനത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് UDF. അങ്ങനെയെങ്കിൽ വീണ്ടും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ കോട്ടാങ്ങൽ പഞ്ചായത്തിൽ ഒരു വലിയ ഭരണ പ്രതിസന്ധി തന്നെ രൂപപ്പെടാനുള്ള സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ തവണയും സമാനമായ രീതിയിൽ LDFിന് 2 തവണ SDPI പിന്തുണ പ്രഖ്യാപിച്ചതോടെ LDF രാജിവെച്ചിരുന്നു. പിന്നീട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഭാവിയെ മുൻനിർത്തി മാത്രമാണ് SDPI പിന്തുണയിൽ രാജി പ്രഖ്യാപിക്കാതെ LDF ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തവണയും സമാനമായ രീതിയിൽ തന്നെയാണ് നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. SDPI പിന്തുണയിൽ വിജയിച്ച UDF അല്പസമയത്തോടെ രാജിവെക്കുമെന്നാണ് നഫൽ അറിയിച്ചിട്ടുള്ളത്.